ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചെറുതുരുത്തിയെ നടുക്കി പുരാവസ്തു കേന്ദ്രത്തിൽ വൻ കവർച്ച. വിജയൻ കാത്തുസൂക്ഷിച്ച അമൂല്യമായ ചരിത്രശേഖരം കള്ളന്മാർ കൊണ്ടുപോയി. പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിലൂടെ സമാഹരിച്ച അമൂല്യ നിധിശേഖരം കവർന്നു. ചെറുതുരുത്തിയെ നടുക്കി പുരാവസ്തു മ്യൂസിയത്തിൽ വൻ കവർച്ച. പരിസ്ഥിതി പ്രവർത്തകൻ ചെറുതുരുത്തി വിജയൻ നാടിന്റെ വിവിധ കോണുകളിൽ നിന്നും തേടിയലഞ്ഞു കണ്ടെത്തിയ അമൂല്യമായ പുരാതന വസ്തുക്കളാണ് മോഷ്ടാക്കൾ തൂത്തുവാരിയത്. ഞാനൊരു മ്യൂസിയം നടത്തിപ്പുകാരനാണ്. എൻ്റെ സാധനങ്ങൾ ഇന്ന് കാലത്ത് വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് എൻ്റെ സാധനങ്ങൾ നഷ്ടപ്പെട്ട കാര്യം മാറണത്. വിലപിടിപ്പുള്ള പണ്ടത്തെ ഓലക്കിണ്ണം, കിണ്ടി, കോളാമ്പി, ഗ്രാമഫോൺ, പിന്നെ ഒരു ഫയർ ലാമ്പ്, അങ്ങനെ വെളുപ്പെടുപ്പുള്ള ഓട്ടുപാത്രങ്ങളാണ് നമ്മുടെ മ്യൂസിയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് രാവിലെയാണ് ഞാനത് തുറന്നു നോക്കിയപ്പോഴാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത്. കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപത്തെ മ്യൂസിയം ഷെഡിന്റെ പിൻവാതിൽ തകർത്ത് അകത്തുകയറിയ സംഘം വർഷങ്ങളോളം പഴക്കമുള്ള ചെമ്പ്, ഓട്, പിച്ചള നിർമ്മിത രൂപങ്ങളും പാത്രങ്ങളും കടത്തിക്കൊണ്ടുപോയി. വിപണിയിലെ കോടികളേക്കാൾ ഉപരിയായി ചരിത്രപരമായി വലിയ മൂല്യമുള്ള ഈ ശേഷിപ്പുകൾ വിജയൻ തന്റെ ജീവശ്വാസം പോലെയാണ് പരിരക്ഷിച്ചു പോന്നത്. മ്യൂസിയം അടച്ചിരുന്ന ഏതാനും ദിവസങ്ങൾക്കിടയിലാണ് നാടിനെ ഞെട്ടിച്ച ഈ ഗൂഢമായ കവർച്ച അരങ്ങേറിയത്. തിങ്കളാഴ്ച മ്യൂസിയം തുറന്നപ്പോഴാണ് പൈതൃക ശേഖരം മോഷ്ടിക്കപ്പെട്ട നടുക്കുന്ന സത്യം പുറം ലോകം അറിയുന്നത്. ശ്രീ ടി.ആർ. വിജയൻ സാമൂഹിക പ്രവർത്തകനും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ മരം നടുക എന്നുള്ള വലിയൊരു കടമ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതിയെയും പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം വെച്ചിട്ടുള്ള ഒട്ടനവധി മരങ്ങൾ നമ്മളെ ഇവിടെ തണലേകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ശേഖരം, അത് ഈ പഴയ പ്രാചീനമായിട്ടുള്ള വസ്തുക്കളടക്കം വിലമതിക്കാനാവാത്ത സാധനങ്ങളാണ് ഇവിടെ അദ്ദേഹം ശേഖരിച്ചിട്ടുള്ളത്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള സമയം ഈ മേഖലയിൽ വേണ്ടി വിനിയോഗിക്കുകയാണ്. ഇതെന്തായാലും ഈ സാമൂഹ്യദ്രോഹികളും കള്ളന്മാരും ഇവിടുന്ന് ഇത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്, അപഹരിച്ചു കൊണ്ടുപോയിട്ടുള്ളത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം. നഷ്ടപ്പെട്ട മുതലുകൾ ഞങ്ങൾ പോലീസിന് പരാതി നൽകുന്നുണ്ട്. നഷ്ടപ്പെട്ട മുതലുകൾ അദ്ദേഹം തിരിച്ചു കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സംഭവസ്ഥലത്തെത്തിയ ചെറുതുരുത്തി പോലീസ് സംഘം പരിശോധന നടത്തി അന്വേഷണം യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.